വീക്കിലി ബേസിസിൽ പറയുകയാണെങ്കിൽ 23,650 മുകളിൽ നിഫ്റ്റി നിൽക്കുമ്പോഴും 56,450 ഭാഗത്ത് ബാങ്ക് നിഫ്റ്റിയും 14,250 ഭാഗത്ത് മിഡ് ക്യാപ്പ് നിൽക്കുകയാണെങ്കിൽ ഈ ബുള്ളിഷ് മൊമെന്റം മുകളിലേക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഞാൻ മാർക്കറ്റിൽ പൊതുവെ കാണുന്നു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീറ്റിംഗ് ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച പൊതുവെ മൊത്തത്തിൽ നല്ലൊരു പനിയായിരുന്നു. പനിയുടെ ഇത് മാറിയിട്ടില്ല. ഇന്നാണ് ഡോക്ടർ പറഞ്ഞു ചെറുതായിട്ടൊക്കെ ഒന്ന് കുളിച്ചൊന്ന് നോക്കാം, ബോഡിയൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഇരിക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ചെയ്യാമെന്ന് വെച്ച വീഡിയോ നടന്നില്ല. അതുകൊണ്ട് ഇന്ന് ഞായറാഴ്ചത്തേക്ക് നാളത്തേക്കുള്ള മാർക്കറ്റ് പ്രൊഫൈലിലെ ലെവൽ ട്രെയിനിങ്ങിന്റെ വീഡിയോയും അതിന്റെ കൂടെ ഈ കഴിഞ്ഞു പോയ വീക്കിലി അനാലിസിസിന്റെ വീഡിയോയും കൂടെ ചേർത്തുള്ള ഒരു സിംഗിൾ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗ്രീറ്റിക്കൽ ടെക് മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച പൊതുവെ ഒരു വലിയൊരു സംഭവബഹുലമായ മാർച്ച് ആഴ്ചയായിരുന്നു. പ്രത്യേകിച്ച് പറഞ്ഞാൽ വെള്ളിയാഴ്ച നിങ്ങൾ നോക്കി അറിയാൻ പറ്റും നമ്മുടെ ട്രേഡ് ഡീലിന്റെ ഒരു ട്രേഡ് ഇല്ല, നമ്മുടെ USPs ഡീൽ, അതൊരു ട്രേഡ് ഡീൽ പോലെ തന്നെയാണ്. ഒരു ട്രേഡ് ഡീലാണ് ട്രംപ് ട്രേഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ല ഇപ്പൊ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു പീസ് ഡീൽ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് നമ്മളെ സ്റ്റോക്ക് മാർക്കറ്റ് ആൾക്കാരെ ട്രേഡ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് അത് ട്രേഡ് ഡീലായിട്ടാണ് ഞാൻ കണക്കാക്കാറുള്ളൂ. അപ്പൊ ആ വാക്കിനെ ഞാൻ ഇനിയും ട്രേഡ് ഡീൽ എന്ന് പറയുള്ളൂ. ദയവായിട്ടൊന്ന് പലരും ചോദിച്ചു ട്രേഡ് ഡീൽ അല്ലല്ലോ സാറേ, അത് പീസ് ഡീലാണെന്ന്. അങ്ങനെയൊന്നുമല്ല, ഇറ്റ് ഈസ് എ ട്രേഡ് ഡീൽ. ബിക്കോസ് മാർക്കറ്റിന് ഫ്ലക്ച്വേഷൻ വരുന്ന സമയത്ത് നല്ല ഹെവി ആയിട്ടുള്ള ഇൻസൈഡർ ട്രേഡിങ്സ് അമേരിക്കൻ മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. അതെന്തായാലും ട്രേഡ് ഡീലല്ലേ. പൊതുവെ കഴിഞ്ഞ വെള്ളിയാഴ്ച അമേരിക്കയും ഇറാനും പറഞ്ഞു. സാധാരണ അമേരിക്ക എന്ത് പറഞ്ഞാലും ഇല്ല, ഓപ്പോസിറ്റ് പറയുന്നു. ഇറാൻ കൂടെ പറഞ്ഞു നമ്മുടെ ഡീല് ഓൾമോസ്റ്റ് എല്ലാം ഓക്കെ ആണ്, ഇനി അത് സൈൻ ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഹെവി ഒരു റാലി 23,330 320 കിടന്ന നിഫ്റ്റി ഒരു പോക്ക് അങ്ങോട്ട് പോയി താഴേക്ക് ഇറങ്ങി. അല്ലാതെ ഒരു ഗ്യാപ്പ് പോപ്പില്ല, നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ആ ഗ്യാപ്പിൽ നിന്ന് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ റെഫറൻസിലൊന്നുമില്ല, നമ്മുടെ താഴേക്ക് ഇറങ്ങി വന്ന ഒരു ലെവൽ കൃത്യമായി വന്നൊരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റി അതേപോലെ ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിട്ടാണ് ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി 57 വരെ പോയി. കാരണം RBIയുടെ ആ ഒരു മീറ്റിംഗ് തുടങ്ങിയതിന്റെ അന്ന് തൊട്ട് ബാങ്ക് നിഫ്റ്റിക്ക് ഒരു റാലി ഉണ്ട്. ഞാൻ പറഞ്ഞു ബാങ്ക് നിഫ്റ്റി 54,000 പൊട്ടാതെ ഇനി ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ബാങ്ക് നിഫ്റ്റിക്ക് ചിന്തിക്കേണ്ടത് ഞാൻ പ്രത്യേകിച്ച് കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ബാങ്ക് നിഫ്റ്റി സൂപ്പർ സ്ട്രോങ് ആണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ബാങ്ക്സ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയിട്ടില്ല. രണ്ടാമത് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കൺട്രോളിലാണ്. ഇൻഫ്ലേഷൻ കുറച്ച് ഡിഫറൻസ് ഉണ്ടെങ്കിൽ കൂടെ CADയുടെ ആ ഒരു കാര്യം കൺട്രോളിൽ പോകുന്നു. ചുരുക്കി പറഞ്ഞാൽ RBIയുടെ ഭാഗത്ത് ഒരു പ്രഷർ വന്ന് തുടങ്ങിയിട്ടില്ല. ബാങ്ക്സിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലിനെ കുറിച്ചുള്ള. പൊതുവെ ബാങ്ക്സുകളെല്ലാം പെർഫോം ചെയ്യുന്നുണ്ട്. ICICI ബാങ്ക് 1,340 കിടന്ന 140 പോയിന്റ്സ് അപ്പാണ്. HDFC സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി മുകളിലോട്ട് പോകാനുള്ള. SBI കയറി തുടങ്ങി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ എൻ്റെ ജൂണിൽ നമ്മുടെ ബാങ്ക്സ് പൊതുവെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. PSU ബാങ്ക്സ്, അതായത് കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, അങ്ങനെയുള്ള PSU ബാങ്ക്സുകളെല്ലാം, ഇന്ത്യൻ ബാങ്ക് ഒക്കെ നല്ലൊരു രീതിയിൽ ഒരു പോസിറ്റീവ് മൊമെന്റം കാഴ്ചവെക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഇപ്പം നമ്മുടെ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത്. മിഡ് ക്യാപ്പ് ആ ഒരു റേഞ്ച് ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ട് കൂടെ മിഡ് ക്യാപ്പ് തിരിച്ച് വീണ്ടും അടി തുടങ്ങിയ ഭാഗത്തേക്കൊക്കെ തിരിച്ച് എത്തിയിട്ടുണ്ട്. എന്നാലും മിഡ് ക്യാപ്പ് ഞാൻ പറയുന്ന IT സ്റ്റോക്സിന്റെ ആ ഒരു ഇതുകൊണ്ട് ഒരു ഓവറോൾ ഒരു ന്യൂട്രൽ സ്ട്രക്ചറിൽ മാത്രമേ എനിക്ക് പൊതുവേ മാർക്കറ്റിൽ ഇപ്പം പോകാൻ കാണുന്നുള്ളൂ. പക്ഷേ ഈ ഒരു രീതിക്കാണ് നമ്മൾ കൃത്യമായി നോക്കേണ്ടത്. രണ്ടാമത്തെ കേസ് നിങ്ങൾ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ മിഡ് ക്യാപ്പ് കൃത്യമായി നിങ്ങൾ മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഇതാണ് ഒരു റേഞ്ച് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. 13,860നും 14,300നും ഇടയ്ക്കുള്ള ഒരു 500 പോയിന്റ് വേണമെങ്കിൽ ഈ ഒരു 500 പോയിന്റാണ് മിഡ് ക്യാപ്പ് കൃത്യമായിട്ട് കളിച്ചിരിക്കുന്നത്. ഈ ഒരു റേഞ്ച് ഞാൻ ഇപ്പൊ ഈ ഒരു പക്ക പറയുകയാണെങ്കിൽ ഈ ഒരു റേഞ്ച് ഞാനൊന്ന് മെർജ് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടെ അറിയാൻ പറ്റും. ഈ റേഞ്ച് എന്ന് തുടങ്ങിയതാണെന്ന് കൃത്യമായി മനസ്സിലാകാൻ പറ്റും കേട്ടോ. അതായത് കൃത്യം പറയുകയാണെങ്കിൽ 2 ജൂൺ തൊട്ട് മാർക്കറ്റ് തുടങ്ങിയ റേഞ്ചാണ്. നമ്മൾ ഈ ഒരു റേഞ്ചിന്റെ ഭാഗത്ത് ഒരു റേഞ്ച് ഹൈയുടെ ഭാഗത്തൊക്കെ ഇറങ്ങി സപ്പോർട്ടൊക്കെ എടുത്ത് നിൽക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ മിഡ് ക്യാപ്പ് ഈ ഒരു സ്ട്രക്ചർ മൊമെന്റത്തിന്റെ ഭാഗത്തൊക്കെയാണ് നിൽക്കുന്നത്. ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിട്ടാണ്. അതായത് മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയുന്നത് നമ്മൾ ഈ ഓട്ടോ TPO മോഡ് മാറ്റുമ്പോൾ നമുക്ക് കുറച്ച് മനസ്സിലാകാൻ പറ്റും. ഒരു പ്യുവർലി പറയുകയാണെങ്കിൽ ന്യൂട്രൽ എക്സ്ട്രീം പത്ത് ഒരു ഫെയിൽഡ് ഓപ്ഷനോട് കൂടെ പൊതുവെ നമ്മളെ മാർക്കറ്റ് ഇപ്പം കൃത്യമായി നിൽക്കണം. നമ്മൾ ഈ ഒരു റെഫറൻസ് ലെവൽ, ഞാൻ ഈ റെഫറൻസ് ലെവലിൽ നിന്ന് അൺമെർജ് ചെയ്യണ വേറെ ഒന്നും പറ്റില്ല. നമ്മുടെ ഒരു വീക്കിലി സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ എന്നെ അൺമെർജ് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പം കുറച്ചുകൂടെ ഈസി ആയിട്ട് അറിയാൻ പറ്റും. ഈ കൃത്യമായി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ഒരു കഴിഞ്ഞ ഇത് നമ്മുടെ ഫ്രൈഡേ, മൺഡേ, ട്യൂസ്ഡേ, ഈ മൺഡേ കൂടെ വരാണ്ടല്ലോ.
സോ കഴിഞ്ഞ മൺഡേയിൽ മാർക്കറ്റ് മുകളിലോട്ട് കയറി താഴേക്ക് ഇറങ്ങി വന്ന് ഈ മാർക്കറ്റ് ഒരു ഫെയിൽ ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിട്ടാണ്. അപ്പം വീക്കിലി ബേസിസിൽ ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിട്ടാണ് മിഡ് ക്യാപ്പ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ഫ്രൈഡേയിലും ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിട്ടാണ് മിഡ് ക്യാപ്പ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം കൃത്യം പറഞ്ഞാൽ വീക്കിലി ന്യൂട്രൽ എക്സ്ട്രീം അപ്പാണ്, ഡെയിലി ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത്. ഞാൻ ഈ പ്രൊഫൈൽ ഒന്ന് മെർജ് ചെയ്യണം, നമ്മൾ ആ റേഞ്ച് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനും ബാക്കിയുള്ള കാര്യത്തിന് വേണ്ടി ഞാൻ മെർജ് ചെയ്യണം. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു റേഞ്ച് കൃത്യമായിട്ട് ഈ 2 ജൂൺ തൊട്ട് മാർക്കറ്റ് ഈ ഒരു റേഞ്ച് കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് പോകുന്നു. ഇടയ്ക്ക് മാത്രം റേഞ്ച് ഒന്ന് പൊട്ടി താഴേക്ക് വന്നെങ്കിൽ കൂടെ ആ ഭാഗത്ത് നിന്ന് ഒരു സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് നിന്ന് പോകുന്നു. ബാക്ക് ടു ബാക്ക് ഒരു ന്യൂട്രൽ ഡേ ആയിരുന്നു തേഴ്സ്ഡേയിൽ. ഇന്നലെ ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിട്ടാണ് മാർക്കറ്റ് ക്ലോസ്. ശരിക്കും പറഞ്ഞാൽ മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പാണ്. വീക്കിലി POs നിൽക്കുന്നത് 14,144 ഭാഗത്താണ്. സോ നമുക്ക് നമ്മുടെ ഈ വീഡിയോയിൽ ആദ്യം ഒരു വീക്കിലി സ്ട്രക്ചർ എങ്ങനെയാണ്, വീക്കിലി ബേസിസിലെ മൂവ്മെന്റ് എങ്ങനെയായിരിക്കും, അതിനുശേഷം മാത്രം നമ്മൾക്ക് എന്ത് ചെയ്യുക, വീഡിയോയുടെ സെക്കൻഡ് പാർട്ടിൽ വരുന്ന സമയത്ത് നാളത്തേക്കുള്ള ലെവൽസിന്റെ കൃത്യമായിട്ട് ലെവൽ ട്രേഡിംഗ് ആയിട്ടുള്ള ലെവൽസ് ഞാൻ മാർക്ക് ചെയ്ത് അത് കൃത്യമായിട്ട് വയ്ക്കും. സോ പൊതുവെ ഇതായിരിക്കും എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന ആ ഒരു സ്ട്രക്ചർ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാനുള്ള കാര്യം. സോ ഒരു വീക്കിലി ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിട്ടാണ് മിഡ് ക്യാപ്പ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞ മിഡ് ക്യാപ്പ് ഈ വീക്കിൽ ഈ 14,300 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീക്കിന്റെ കുറച്ച് ഭാഗങ്ങൾ ക്ലിയർ അപ് ടു 14,500 വരെ കുറച്ച് ഭാഗങ്ങൾ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ക്ലിയർ ആകാൻ കിടക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 14,280 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 370 അതിന് മുകളിൽ 14,532 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് ഒരു വീക്കിലി സ്ട്രക്ചറിൽ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇല്ല, തിരിച്ച് വീണ്ടും 14,200 താഴെ വരെയാണെങ്കിൽ ഈ കഴിഞ്ഞു പോയ വീക്കിന്റെ POC ആയ 14,143 ഭാഗത്തേക്കും അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നത് 13,976 ഭാഗത്തേക്കും വരാം. ചുരുക്കി പറഞ്ഞാൽ 13,976 980 ഭാഗത്ത് മിഡ് ക്യാപ്പിൽ ഒരു സ്ട്രോങ് വീക്കിലി ബേസിസിൽ ഒരു ബൈയിങ് മൂവ്മെന്റ് കാണുന്നുണ്ട്. അത് ഇൻട്രാഡേ ബേസിസിൽ പൊട്ടിയാൽ കൂടെ അതൊരു സ്ട്രക്ചർ ആയിട്ട് വീക്കിലിയിൽ അത് ഹോൾഡ് ചെയ്യാനുള്ള ശ്രമം മിഡ് ക്യാപ്പ് കൃത്യമായിട്ട് കാണുന്നു. അപ്പോൾ ഇതാണ് എനിക്ക് മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയാനുള്ള ഒരു കാര്യം. ന്യൂട്രൽ എക്സ്ട്രീം അപ്പാണ് കഴിഞ്ഞ ഫ്രൈഡേയിലും ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിട്ടാണ് വീക്കിലി ബേസിസിൽ മിഡ് ക്യാപ്പ് കൃത്യമായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ POCയും മിഡ് ക്യാപ്പിന്റെ ക്ലോസിംഗ് തമ്മിൽ അധികം വലിയ ദൂരത്തുണ്ട്. ഈ POCയുടെ ഭാഗത്ത് മാർക്കറ്റ് ഒരു ബൈയിങ് മൊമെന്റം കാണിക്കാവുന്നതാണ്. അത് സ്ട്രക്ചറായി നിൽക്കുന്നുണ്ടെങ്കിൽ 280 മുകളിൽ നിൽക്കണമെങ്കിൽ 380 അതിന് മുകളിൽ നിൽക്കണമെങ്കിൽ 14,500 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ട ബാങ്ക് നിഫ്റ്റി. സോ ബാങ്ക് നിഫ്റ്റി നോക്കുന്നത്, ബാങ്ക് നിഫ്റ്റി ഇതാണ് നമ്മുടെ മൺഡേ. ബാങ്ക് നിഫ്റ്റി സ്ട്രക്ചേർഡ് ബൈ അപ്പാണ്. മൺഡേ ഇത് അപ്പം ഒരു ട്രെൻഡിങ് അപ്പായിട്ടാണ് ബാങ്ക് നിഫ്റ്റി ഒരു നിൽക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ വേണ്ടി പെർഫെക്റ്റ്ലി പറയുകയാണെങ്കിൽ ഒരു ട്രെൻഡ് അപ്പ് സ്ട്രക്ചർ വിത്ത് POC അറൗണ്ട് 55,300 ഭാഗത്ത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഒരു ട്രെൻഡിങ് സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പം കൃത്യമായിട്ട് പൊക്കുന്നുണ്ട്. ബാങ്ക്സുകൾ പൊതുവെ അപ്പാണ്. സോ ഈ നാളെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ബാങ്ക് നിഫ്റ്റി 66,450 മുകളിൽ അവ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് പറയാനുള്ള ഈ POC ആയി 57,300 ഭാഗത്തേക്കും 57,500 ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് വളരെ കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ 56,500 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 57,456 57,500 വരെ മിഡ് ക്യാപ്പ് ബാങ്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. 57,500 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും? ഈ ഒരു POC കണ്ടോ 58,800 അത് എന്ന് വന്ന POC ആണ്. ഈ 2 മാർച്ചിൽ അടി തുടങ്ങിയ സമയത്തുള്ള POC ആയ 58,800 ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 56,450 ഭാഗത്ത് ഒരു ബൈയിങ് മൊമെന്റ് ഉണ്ട്. 56,450 ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി 57,450 ഭാഗത്തേക്കും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ ബാങ്ക് നിഫ്റ്റി എങ്ങോട്ട് പോകാം? 58,800 ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് അപ്വേർഡ് സൈഡ് വീക്ക്ലി ബേസിൽ പറയുമ്പോൾ. ഇനി അത് തിരിച്ച് ബാങ്ക് നിഫ്റ്റി 56,400 പൊട്ടി നിൽക്കുകയാണെങ്കിൽ ഈ വീക്ക്ലി സിംഗിൾ പ്രിന്റ് ഉണ്ടല്ലോ നമ്മളെ 56,000 വരെയുള്ള സിംഗിൾ പ്രിന്റ് ഫില്ല് ചെയ്യാനും 56,000 താഴെ നിൽക്കുകയാണെങ്കിൽ തിരിച്ച് ഈ വീക്കിന്റെ POC കഴിഞ്ഞ പോയി വീക്കിന്റെ ട്രെൻഡിങ് POC ആയ 55,300 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റി കൂടുതലാണ്. 55,300 ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് സ്ട്രോങ് അപ്പ്, കാരണം കഴിഞ്ഞ ആഴ്ച ഒരു ട്രെൻഡിങ് അപ്പായ വീക്കാണ്. സോ ആ POCയുടെ ഭാഗത്ത് ഒരു ബൈയിങ് മൊമെന്റ് ഞാൻ കാണുന്നുണ്ട്. 55,300 ഒരു എന്നെ സംബന്ധിച്ച് ഒരു ബൈയിങ് എടുക്കാൻ പറ്റുന്നതല്ല. അല്ലെങ്കിൽ 56,450 ഭാഗത്തെത്തുമ്പോൾ ഞാൻ അവിടെ ഓപ്ഷൻ നോക്കിയതിന് ശേഷം അത് 57,500 ഭാഗത്തേക്കുള്ള ട്രേഡബിൾ ആക്ഷനിലേക്ക് ഞാൻ പ്ലാൻ ചെയ്യും. ഇതാണ് പൊതുവെ ഞാൻ ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള ഒരു സ്ട്രക്ചറൽ പ്ലാൻ. കഴിഞ്ഞ ആഴ്ച മിഡ് ക്യാപ്പിനെ അപേക്ഷിച്ച് ബാങ്ക് നിഫ്റ്റി ട്രെൻഡിങ് അപ്പായ വീക്കും കൂടെ ആയിരുന്നു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് നോക്കാൻ നിഫ്റ്റി നിങ്ങൾ നോക്കിയാൽ കഴിഞ്ഞ മൺഡേയിൽ മാർക്കറ്റ് ഇതായിരുന്നു ഒന്നല്ലോ. കഴിഞ്ഞ മൺഡേയിൽ മാർക്കറ്റ് താഴേക്ക് ലോ 23,604 ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്തു. ട്യൂസ്ഡേ ആ ഭാഗത്തുനിന്നു പിന്നെ വീണ്ടും ഭാഗത്തേക്കൊന്നു. നിഫ്റ്റി ഒരു ന്യൂട്രൽ സ്റ്റീപ്പ് അപ്പാണ് പ്രതീക്ഷ അല്ല. നിഫ്റ്റിയും ഒരു ട്രെൻഡിങ് അപ്പായിട്ടാണ് നിഫ്റ്റിയുടെ വീക്കിലി ബേസിസ്. ഫ്രൈഡേ എൻ്റെ ഒരു ഫ്രൈഡേ സെറ്റ്. പക്ഷേ ഫ്രൈഡേ എൻഡിൽ നമ്മൾ ന്യൂട്രൽ സ്റ്റീം അപ്പായിട്ടാണ് മാർക്കറ്റ് ക്ലോസ്. പക്ഷേ നമ്മൾ വീക്കിലി ബേസിസ് നോക്കുമ്പോൾ ഇറ്റ്സ് എ ട്രെൻഡിങ് അപ്പ് വിത്ത് സ്പൈക്ക് ഉണ്ട്. വീക്കിലി സ്പൈക്ക് 23
486 തൊട്ട് 73,600 വരെ സ്പൈക്ക് ഉണ്ട്. POCക്ക് മൂവ്മെന്റ് നിന്നിട്ടില്ല. POC നിൽക്കുന്ന 33,208 ഭാഗത്തേക്കാണ് POC. അപ്പൊ POCക്ക് മുകളിലോട്ട് മൂവ് ചെയ്യാനുള്ള സമയം മാർക്കറ്റ് കൊടുത്തിട്ടില്ല. സോ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 23,700 മുകളിൽ 650 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു POC നിങ്ങൾ കണ്ടോ, 23,911 എന്ന് പറഞ്ഞാൽ ഈ ഒരു POCയുടെ ഭാഗത്തേക്ക് നിഫ്റ്റി പോവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. 23,900 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 24,000 വരെ വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. അപ്പൊ ഞാൻ തംബ്ലൈനിൽ പറഞ്ഞ ക്വസ്റ്റ്യന്റെ ആൻസർ ഇതാണ്. നിഫ്റ്റി 23,650 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 23,912, 24,000 വരെ വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇതാണ് എനിക്ക് സ്ട്രക്ചർ അപ്പ്. ഇനി ഇല്ല, മാർക്കറ്റ് താഴെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ 23,500 വരെ വന്ന് ഈ ഒരു സിംഗിൾ പ്രിന്റ് ഉണ്ടല്ലോ, വീക്ക്ലി സിംഗിൾ പ്രിന്റ് ആണ്, ഇത് ഫില്ല് ചെയ്യാൻ ചാൻസ് ഉണ്ട്. 23,500 പൊട്ടയാണെങ്കിൽ എന്ത് ചെയ്യാം, സെല്ലിംഗ് വരാം. അത് 23,344 ഭാഗത്തേക്ക് വരാനും, അത് പൊട്ടയാണെങ്കിൽ തിരിച്ച് ഈ കഴിഞ്ഞുപോയ വീക്കിന്റെ 23,208 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ 23,488 പൊട്ടയാണെങ്കിൽ 344, 208 ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് പൊതുവെ കൂടുതലാണ്. അപ്പം വീക്കിലി ബേസിസിൽ പറയുകയാണെങ്കിൽ 23,650 മുകളിൽ നിഫ്റ്റി നിൽക്കുമ്പോഴും 56,450 ഭാഗത്ത് ബാങ്ക് നിഫ്റ്റിയും 14,250 ഭാഗത്ത് മിഡ് ക്യാപ്പ് നിൽക്കുകയാണെങ്കിൽ ഈ ബുള്ളിഷ് മൊമെന്റം മുകളിലേക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് മാർക്കറ്റിൽ പൊതുവെ കാണുന്നുണ്ട്. ഇല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ POCയുടെ ഭാഗത്ത് നമുക്ക് നല്ലൊരു സ്ട്രക്ചേർഡ് ബൈയെ കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. അതായിരിക്കും ഞാൻ ഇപ്പോൾ പറയാവുന്ന ഒരു ട്രേഡബിൾ ആക്ഷൻ എന്ന് പറയുന്നത്. സോ പൊതുവെ വീക്കിലി ബേസിസ് പറയുകയാണെങ്കിൽ ട്രെൻഡിങ് അപ്പ് ആയിരുന്നു കഴിഞ്ഞ വീക്കിൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും. ന്യൂട്രൽ എക്സ്ട്രീം അപ്പ് ആയിരുന്നു മിഡ് ക്യാപ്പും കഴിഞ്ഞ വീക്കിൽ കൃത്യമായിട്ട് മാർക്കറ്റിൽ ക്ലോസ് ചെയ്തത്. അപ്പൊ നമുക്ക് ഇതാണ് ഫസ്റ്റ് ഹാഫിൽ എനിക്ക് പറയാനുള്ള വീക്കിലി സ്ട്രക്ചർ അനാലിസിസിൽ. അതിന്റെ കൂടെ നമുക്കൊരു സെൻസെക്സിന്റെ വീക്കിലി സ്ട്രക്ചർ നോക്കുമ്പോൾ സെൻസെക്സ് ഒരു ട്രെൻഡിങ് അപ്പ് ആയിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ ഈ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, സെൻസെക്സിനെ സംബന്ധിച്ച് 76,000 ഭാഗത്തേക്ക് എത്താനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. 76,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്ന സെൻസെക്സ് എങ്ങോട്ട് പോവാം, ഈ കഴിഞ്ഞു പോയി ഈ POC 77,300 ഭാഗത്തേക്ക് പോകും. സെൻസെക്സ് നിഫ്റ്റിയും ഏകദേശം ഒരേപോലെ തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ താഴേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി 23,208 ടച്ച് ചെയ്യുമ്പോൾ സെൻസെക്സ് എങ്ങോട്ട് വരാം, ഈ 73,770 ഭാഗത്തേക്ക് സെൻസെക്സ് എത്താനുള്ള ചാൻസും വളരെയധികം മാർക്കറ്റിൽ പൊതുവെ കൂടുതലാണ്. ഇതാണ് എനിക്ക് ഓവറോൾ സ്ട്രക്ചറിൽ മാർക്കറ്റിനെ കുറിച്ച് പറയാനുള്ള ഒരു സ്ട്രക്ചേർഡ് അനാലിസിസ്. ഇപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഇത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. നമുക്ക് ഇനി സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുന്നതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഈ ജൂൺ 20 ശേഷം ഈ ജൂൺ മാസത്തെ എൻഡില് നമ്മുടെ പുതിയൊരു മെന്ററിംഗ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് പ്രൊഫൈൽ ഓട്ടോഫിലെ കുറിച്ചുള്ള മെന്ററിംഗ് ബാച്ച്. അതിൽ നിങ്ങൾക്ക് ലൈവ് ആയിട്ട് എൻ്റെ കൂടെ ട്രേഡ് ചെയ്യാം, MCXൽ കമ്മോഡിറ്റി ട്രേഡ് ചെയ്യാം, ഞാൻ എടുക്കുന്ന ട്രേഡ്സുകൾ നമുക്ക് ഷെയർ ചെയ്യും, നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം. സ്റ്റോക്ക് ഓപ്ഷൻ ഞാൻ ട്രേഡ് ചെയ്യാറുണ്ട്, ഇൻഡെക്സ് ഓപ്ഷൻസ്, ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ്, MCX ഓപ്ഷൻസ്, MCX ഫ്യൂച്ചേഴ്സ് എല്ലാം ഞാൻ ട്രേഡ് ചെയ്യാറുണ്ട്. അതിന്റെ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഞാനൊരു സോഫ്റ്റ്വെയർ ഇറക്കാൻ പോകുന്നുണ്ട്. ഈ സോഫ്റ്റ്വെയർ അത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അത് മാർക്കറ്റ് പ്രൊഫൈൽ, എന്ത് ഡേറ്റ, ട്രേഡബിൾ പ്ലാൻസ് എന്താണ്, എന്തൊക്കെ ആക്ഷൻസ് ഇപ്പോൾ നടക്കുന്നുണ്ട്, വോളിയം ഉണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു വെൽ പാക്ഡ് ആയിട്ടുള്ള ഒരു മെന്ററിംഗ് ബാച്ച് ആയിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഈ ബാച്ചിൽ വളരെ കുറച്ച് സീറ്റ്സ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അല്ലാതെ ഞാൻ 500 പേരോ അല്ലെങ്കിൽ 100 പേരോ ഒരു ബാച്ചിലുള്ള, എനിക്ക് ലൈവായിട്ട് മെന്റർ ചെയ്യാൻ എത്ര വരെ പറ്റുമോ അവരെ മാത്രമേ ഞാൻ ലൈവ് എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് അതിൽ ഇനി ഒരു 5 6 സീറ്റ്സ് മിച്ചമുണ്ട്. നിങ്ങൾക്ക് ആ ബാച്ചിൽ ജോയിൻ ചെയ്ത് എൻ്റെ കൂടെ ലൈവായിട്ട് 6 മാസം ഇരുന്ന് ട്രേഡ് ചെയ്ത്, ഞാൻ 6 മാസം ഞാൻ നിങ്ങളോട് ലൈവായിട്ട് ട്രേഡ് ചെയ്യും. ഈ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ എടുക്കുന്ന ട്രേഡ്സ് പറയും, മാർക്കറ്റിന്റെ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കും. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി തമ്മിലിന് കാണിച്ച നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നാളത്തേക്കുള്ള ഡെയിലി അനാലിസിസ് ചെയ്യുന്ന മാർക്കറ്റ് പ്രൊഫൈൽ വെച്ചുള്ള ഡെയിലി അനാലിസിന്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. സോ നമുക്ക് ആദ്യം സെൻസെക്സിലേക്ക് പോകും, മിഡ് ക്യാപ്പിലേക്ക് പോകാം. മിഡ് ക്യാപ്പ് ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പ് വിത്ത് FA അറ്റ് 13,980 ഭാഗത്ത് ഒരു FA ഉണ്ട്. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 13,980 ഭാഗത്ത് മിഡ് ക്യാപ്പിൽ ഇന്നത്തെ ഈ ലോ കണ്ടല്ലോ, 13,980 ഭാഗത്ത് ഒരു FA ഉണ്ട്. ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 14,250 താഴെ നിൽക്കുകയാണെങ്കിൽ ഈ 14,104 വരെ വരാനും, അതിന് താഴെ ഈ 14,036 വരെ ഭാഗം വരും. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ട്രേഡബിൾ ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്റെ ന്യൂട്രൽ സ്ട്രീം ട്രേഡ് സെറ്റപ്പ് പ്രകാരമുള്ള ട്രേഡ് സെറ്റപ്പ് കൃത്യമായി ആക്റ്റീവ് ആയിരിക്കും. ആ ട്രേഡ് ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാൻ പറ്റും ട്രേഡ് എങ്ങനെ വരുന്നതെന്ന് അറിയാൻ പറ്റും. സോ ഈ 14,036 ഭാഗത്ത് മിഡ് ക്യാപ്പിൽ ഒരു ബൈങ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നതാണ്. അത് നല്ലൊരു ട്രേഡബിൾ ആക്ഷൻ ആണ്. ഇല്ല 14,240 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സിംഗിൾ പ്രിന്റ് കണ്ടല്ലോ, അപ് ടു 14,140 അതിന് താഴെ 14,104 വരെയും മിഡ് ക്യാപ്പ് ഈ ഗ്യാപ്പ് വേണമെങ്കിൽ സിംഗിൾ പ്രിന്റിന്റെ കാര്യങ്ങൾ ഫിൽ ചെയ്യാനുള്ള, അത് ലോ വോളിയം സ്ട്രക്ചർ ആണ്. അപ്പൊ LVNs ഫിൽ ചെയ്യാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് കൂടുതലാണ്. ഇനി ബൈയിങ് മൂവ്മെന്റ് എന്ന് പറയാൻ ഈ എന്നാ പറഞ്ഞാൽ 14,280 മുകളിൽ മാത്രമേ ഞാനൊരു ബൈ എടുക്കത്തുള്ളൂ.
14,280 14,280ക്ക് മുകളിൽ മാത്രമേ ഞാൻ മിഡ് ക്യാപ്പിൽ ഒരു ബൈ എടുക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എങ്ങനെ വരും? ഈ പി ഒ സി 14,357 എന്ന് പറഞ്ഞാൽ ഈ പി ഒ സി ഫസ്റ്റ് ടാർഗറ്റ് എത്രയാണ്? 14,357ന്റെ ഭാഗത്തേക്ക് പോകും. അതായിരിക്കും ഞാൻ ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 14,400ന്റെ ഭാഗത്തേക്ക്. ആ 14,400 ഇപ്പോഴും ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് മിഡ് ക്യാപ്പിൽ വരുന്നുണ്ട്. ആ ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് എത്താനുള്ള ചാൻസ് കൂടുതലാണ്. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങോട്ട് പോവാം? 14,448 14,448ന്റെ ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് എത്താനുള്ള ചാൻസ് കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ 14,280 പൊട്ടുകയാണെങ്കിൽ മാത്രമേ ഞാൻ ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഈ സ്ട്രക്ചറിന്റെ പി യു സി വന്നിരിക്കുന്നത് 14,036ന്റെ ഭാഗത്തേക്ക്. എത്രയാണ്? 14,036ന്റെ ഭാഗത്തേക്കാണ് ആ പി യു സി ഒന്ന്. ഞാൻ ആ പി യു സി ഒന്ന് മാർക്ക് ചെയ്ത്. ഇപ്പൊ നാളെ ട്രേഡബിൾ ആക്ഷൻസ് എന്ന് പറയുമ്പോൾ ഈ കണ്ടോ 14,200 മാർക്കറ്റ് പൊട്ടുകയാണെങ്കിൽ 14,142 14,104 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് എനിക്ക് ട്രേഡബിൾ ആക്ഷൻ എന്ന് പറയുന്നത്. ഇനി ബെയറിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ 14,100 പൊട്ടുകയാണെങ്കിൽ 14,100 പൊട്ടുകയാണെങ്കിൽ മാത്രം ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. ഫസ്റ്റ് ടാർഗറ്റ് 14,040 എത്രയാണ്? 14,040ന്റെ ഭാഗത്തേക്ക് 14,050യുടെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ഫസ്റ്റ് ഉണ്ട്. സെക്കൻഡ് എന്ന് പറയുമ്പം 13,984 എത്രയാണ്? 13,984ന്റെ ഭാഗത്തേക്ക് വരാനും അത് നമ്മുടെ എഫ് എ പോയിന്റ് അത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 13,940ന്റെ ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഇൻ ബിറ്റ്വീൻ 14,700 പൊട്ടയാണെങ്കിൽ ഈ പി ഒ സിയുടെ ഭാഗത്തേക്കുള്ള ഒരു മീൻ റിവേർഷൻ പോസിബിൾ ആണ്. ഈ വാല്യൂയുടെ ഭാഗത്തേക്കുള്ള ഒരു ട്രേഡ് സെറ്റും മിഡ് ക്യാപ്പിൽ പോസിബിൾ ആണ്. ഒരിക്കൽ പറഞ്ഞാൽ 14,200 പൊട്ടയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഈ ഒരു പി ഒ സിയുടെ ഭാഗത്തേക്കുള്ള ടെസ്റ്റ് വളരെയധികം ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ വരാം. പക്ഷെ ആ ട്രേഡ് ഒന്ന് ഓപ്ഷൻ വാച്ച് ചെയ്ത് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇതാണ് എനിക്ക് മിഡ് ക്യാപ്പിൽ പറയുന്നത്. ന്യൂട്രൽ എക്സ്ട്രീം അപ്പായത് ഇന്നലത്തെ ഹൈക്ക് മുകളിൽ മാത്രമേ ഞാനൊരു ഫ്രഷ് ട്രേഡ് മിഡ് ക്യാപ്പിൽ ഇനി എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ ലെവൽ കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രക്ചർ. സോ ബാങ്ക് നിഫ്റ്റിയും മിഡ് ക്യാപ്പിനെ പോലെ ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിട്ടാണ് ആശാനും ക്ലോസ് ചെയ്തിരിക്കുന്നത്. സി സൈഡിൽ വന്ന ഒരു എഫ് എ പോയിന്റ് ആണ് ട്രെൻഡ് ചേഞ്ച് കാണിക്കുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ ബാങ്ക് നിഫ്റ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഈ 56,600 താഴെ നിൽക്കുകയാണെങ്കിൽ 56,522, അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ 56,316 വരെ വരാനും 56,316 ബാങ്ക് നിഫ്റ്റി എൻ്റർ ആവുന്നുണ്ടെങ്കിൽ ഈ സിംഗിൾ പ്രിന്റും ഫില്ല് ചെയ്ത് 56,050 വരെ പോകാനുള്ള മീൻ റിവേർഷൻ സെറ്റും പോസിബിൾ ആണ്. ചുരുക്കി പറഞ്ഞാൽ 56,680 താഴെ നിൽക്കുകയാണെങ്കിൽ ഈ സിംഗിൾ പ്രിന്റുകൾ ഫില്ല് ചെയ്യാനുള്ള ഊർജ്ജം ബാങ്ക് നിഫ്റ്റി കാണിക്കും. അതൊരു ബൈങ് ആണ്. വെസ്റ്റ് നമ്മൾ ഈ 56,300 പൊട്ടുകയാണെങ്കിൽ ഈ സിംഗിൾ പ്രിന്റ് ഫില്ല് ചെയ്ത് ഈ പി ഒ സിയുടെ ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ 55,914 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി. ഞാനത് 55,914 ഭാഗത്തേക്ക് ഞാൻ പി ഒ സി കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി ബുള്ളിഷ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ബുള്ളിഷ് മൂവ്മെന്റ് ഞാൻ എടുക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഹൈ ഉണ്ടോ 56,885 മുകളിൽ മാത്രമേ ഞാനൊരു ബൈ എടുക്കത്തുള്ളൂ. 56,885 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുക. അത് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 57,000ന്റെ ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതിന് മുകളിൽ 57,000ത്തിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ ബാങ്ക് നിഫ്റ്റി എങ്ങോട്ട് വരും? 57,255 57,255ന്റെ ഭാഗത്തേക്ക് വരാനും അതിന് മുകളിൽ സസ്റ്റെയിൻ മാറിപ്പോയി. അതിൽ നമ്മളെ പി ഒ സി ആണ് 55,914 പി ഒ സി ആണ് അങ്ങോട്ട് വന്നത്. അതൊന്ന് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചേക്കാം. സോ അതിൽ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഇനി മാറി ഇപ്പം മാറി 57,255ന്റെ ഭാഗത്തേക്ക് സെക്കൻഡ് ടാർഗറ്റ് വരാം. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 57,433 എന്ന് പറഞ്ഞ ആ ഒരു വാല്യൂ ഏരിയ ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ്. ചുരുക്കി പറഞ്ഞാൽ 57,000ത്തിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ 22nd ഏപ്രിലിലെ വാല്യൂ പി ഒ സി വാല്യൂയുടെ ഹൈയുടെ ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം അപ്സൈഡ് മൊമെന്റം ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് എനിക്ക് പോസിബിൾ. 56,885ന് മുകളിൽ മാത്രമേ ഒരു ബൈയിങ് എടുക്കാവുള്ളൂ. ഇനി ഞാൻ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ 56,000 ഇന്നലത്തെ വാല്യൂ ഏരിയ ലോ 56,307 മാത്രമേ ഞാൻ സെല്ലിങ് ഉള്ളതാണ്. 56,307 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. സോ ഫസ്റ്റ് ടാർഗറ്റ് ഇതെന്താണ്? 56,140ന്റെ ഭാഗത്തേക്ക്. ഫസ്റ്റ് ടാർഗറ്റ് 56,140 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 55,925 55,925ന്റെ ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് അതായിരിക്കും.
അത് പി ഒ സി അടുത്താണ്. ടേഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 55,735 ഇന്നലത്തെ വാല്യൂ ഏരിയ ലോ 55,731 ഭാഗത്തേക്ക്. ഇതായിരിക്കും പറയുന്ന ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സ്ട്രക്ചർ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇന്നലത്തെ ഫ്രൈഡേയുടെ വാല്യൂരെ ഹൈക്കത്ത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ പി ഒ സിയുടെ ഭാഗത്തേക്കും വാല്യൂരെ ലോയുടെ ഭാഗത്തേക്കുള്ള മീൻ റിവേർഷൻ പോസിബിൾ ആയിരിക്കും. ബാങ്ക് നിഫ്റ്റി ന്യൂട്രൽ എക്സ്ട്രീം അപ്പാണ്, ട്രെൻഡ് ചേഞ്ച് പോസിബിൾ ആണ്. അപ്പൊ മിഡ് ക്യാപ്പിൽ ഇന്നലത്തെ ലോയും ബാങ്ക് നിഫ്റ്റിക്ക് ഇന്നലത്തെ ലോയും പൊട്ടാതെ നോക്കുക. അത് പൊട്ടിയാൽ ഹെവി സെല്ലിംഗ് വരില്ലെങ്കിൽ ആ ഭാഗത്ത് ഹെവി ബൈയിങ്ങിനുള്ള ചാൻസ് പൊതുവെ കൂടുതലാണ്. രണ്ടും ഫെയിൽഡ് ഓപ്ഷൻ ആണ്. ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ മിഡ് ക്യാപ്പ് ആയിക്കോട്ടെ രണ്ടും ഫെയിൽഡ് ഓപ്ഷൻ ആണ് മാർക്കറ്റിൽ തന്നേക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റി ഒരു പെർഫെക്റ്റ്ലി പറയുകയാണെങ്കിൽ നിഫ്റ്റി ഒരു ഫെയിൽഡ് ഓപ്ഷൻ ഉണ്ട്. നിഫ്റ്റിയും ഫെയിൽഡ് ഓപ്ഷൻ ആണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 23,60 താഴെ ഇത്രയും സിംഗിൾ പ്രിന്റ് ഫില്ല് ചെയ്യാനുണ്ട്. 23,472 താഴെ മാത്രമേ ഞാൻ നിഫ്റ്റി 23 ഇപ്പൊ നമുക്ക് ആദ്യം ബുള്ളിഷ് റെഫറൻസ് മാറ്റി വയ്ക്കാം. നിഫ്റ്റിയിലെ ബുള്ളിഷ് റെഫറൻസ് പറയുമ്പോൾ ഞാൻ ഇനി എടുക്കുന്ന 25,655 23,650 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 23,719 എത്രയാണ്? 23,719 വരെ പോകും. ഫസ്റ്റ് ടാർഗറ്റ് അവിടെ ആയിരിക്കും. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 23,765 23,765 ഭാഗത്തേക്ക് വരാനും സെക്കൻഡ് ടാർഗറ്റ് 23,808 ആണ്. സോ അപ്പൊ ആദ്യം ഒന്ന് മാറ്റി വയ്ക്കാം. 23,808 ഇവിടെ തേർഡ് ടാർഗറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് സെക്കൻഡ് ടാർഗറ്റിന് ഇവിടെ 23,765 23,765 ഭാഗത്ത്. ഇതാണ് എനിക്ക് അപ്സൈഡ് ആയിട്ട് നിഫ്റ്റിയിൽ പറയാനുള്ള ന്യൂട്രൽ എക്സ്ട്രീം അപ്പാണ്. ഇന്നലത്തെ ലോ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി മിഡിക്കുക പൊട്ടാൻ നോക്കുക. പൊട്ടിയാൽ ഹെവി സെല്ലിംഗ് വരും. ഇല്ലെങ്കിൽ അവിടെ വെച്ച് ബൈയിങ് ഇനി ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പി ഒ സി വന്നേക്കുന്ന 23,364 ഭാഗത്ത്. പി ഒ സിക്ക് വലിയ മാറ്റമൊന്നുമില്ല. 23,364 ഭാഗത്തേക്ക് മാത്രമേ ഞാൻ പി ഒ സി ഒന്ന് കൊണ്ടുവന്നിട്ടുള്ളൂ. നമ്മളെ ബേറിഷ് മൊമെന്റ് സ്റ്റാർട്ട് ചെയ്യണം 23,472 470 പൊട്ടിയാൽ ബേറിഷ് മൊമെന്റ് സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് ടാർഗറ്റ് 416 എത്ര? 23,416 416 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 23,360 ഭാഗത്ത് 23,360 23,360 ഭാഗത്തേക്ക് 23,360 ഭാഗത്ത് 23,360 ഭാഗത്തേക്ക് വരാനും തേർഡ് എന്ന് പറയുമ്പോൾ 23,300 ഭാഗത്തേക്ക് 23,300 എന്ന് പറഞ്ഞ ആ ഒരു റൗണ്ട് ഫിഗറിന്റെ ഭാഗത്തേക്കും നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെ കൂടുതൽ. ഇതാണ് എനിക്ക് താഴേക്ക് പറയാനുള്ള റെഫറൻസ് ലെവല്. കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി മിഡ് ക്യാപ്പ് മൂന്നും ട്രെൻഡ് ചേഞ്ച് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. മൂന്നെണ്ണവും ന്യൂട്രൽ എക്സ്ട്രീം അപ്പാണ്, ഫെയിൽഡ് ഓപ്ഷൻ ആണ്. അപ്പം ട്രെൻഡ് ചേഞ്ച് കൃത്യമായിട്ടുണ്ട്. സോ ഈ മാർക്കറ്റ് ഈ പ്രൊഫൈലിനകത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നിഫ്റ്റി ആയിക്കോട്ടെ ഈ സിംഗിൾ പ്രിന്റിലെല്ലാം ഫില്ല് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ ഈ സിംഗിൾ പ്രിന്റിലെല്ലാം ഫില്ല് ചെയ്യാൻ ചാൻസ് ഉണ്ട്. മിഡ് ക്യാപ്പ് ആയിട്ട് ഈ സിംഗിൾ പ്രിന്റിലെല്ലാം ഫില്ല് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നേരത്തെ പ്രൊഫൈലിനകത്ത് നിൽക്കുകയാണെങ്കിൽ നേരത്തെ ലോവർ വോളിയം നോട്ട്സ് ആയ സിംഗിൾ പ്രിന്റുകളെല്ലാം മിഡ് ക്യാപ്പും ബാങ്ക് നിഫ്റ്റിയും ഫില്ല് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഈ വീഡിയോ കണ്ട് ലെവലൊന്ന് വാച്ച് ചെയ്ത് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മെന്ററിംഗിൽ ബാച്ചിലർ എൻ്റെ കൂടെ ട്രേഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത് തമിഴിന് കടത്ത നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച നേർന്നുകൊണ്ട് ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹാപ്പി ട്രേഡിംഗ്, ഹാപ്പി ഡേ ടു ഓൾ മൈ ട്രേഡിംഗ് ഫ്രണ്ട്സ്.